ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. 7 മണിയായിട്ടുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നില്ലേ? വർക്കൊക്കെ കഴിഞ്ഞ് വന്നതെന്നറിയാം. മേലൊക്കെ കഴുകി നല്ല സുന്ദരി മക്കളായിട്ട് ചായ കുടിച്ചാണ്. നമ്മൾ ചായയൊക്കെ കഴിച്ചിട്ടോ. ഇന്ന് നമുക്ക് എന്തെങ്കിലും അറിയാം ചായക്കിങ്ങനെ മധുരക്കിഴങ്ങ് ഇതിലെ വണ്ടിക്കാരൻ പോകുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം വണ്ടിക്കാരൻ കൊണ്ടുവന്നപ്പോൾ 1 കിലോ വാങ്ങി 50 രൂപ 1 കിലോ. അങ്ങനെ 2 കഷ്ണം കഴിക്കുമ്പോഴത്തേന് നമുക്ക് മധുരക്കിഴങ്ങ് മതിയാവും. എന്താണാവോ. അങ്ങനെ ചായയൊക്കെ കഴിച്ച് മോനും ചായയൊക്കെ കഴിച്ച് അമ്മായിയും ചായയൊക്കെ കഴിച്ച് അമ്മായി ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഗുഡ് നൈറ്റിന് പോയിട്ടാ. പിന്നെ നമ്മൾ ഉള്ളി ഉരുളക്കിഴങ്ങും കൂടി കുഞ്ഞാ അരിഞ്ഞിട്ട് നന്നായി ചിക്കൻ മസാല പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇച്ചിരി സോസ് വെച്ച് ചിക്കൻ ഇട്ടാ. ഇനി പൊടിയും കുഴച്ച് വെച്ചിട്ട് അങ്ങനെ നമ്മളെ അടക്കമുള്ള പണി കഴിഞ്ഞ് ഇനി ചപ്പാത്തി ചൂടും. ഞാൻ അവർ പിന്നെ കഴിക്കാൻ വരുമ്പോൾ പിന്നെ നമ്മൾ അവർക്ക് ചൂടോടെ ചപ്പാത്തി ചുട്ടെടുക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. പിന്നെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷം നമ്മൾ രാവിലത്തെ ഇട്ടില്ല, ഉച്ചത്തെ കുഞ്ഞിക്കറിയും പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതും അങ്ങനെ കണ്ട ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് വേറെ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മളെ ടേസ്റ്റ് വെക്കാൻ പുതിയ അതിഥി നമ്മളെ അടുക്കള വന്നിരുന്നു, നമ്മൾ ഉണ്ണിയേട്ടൻ. അപ്പോൾ ഉണ്ണിയേട്ടനാണ് അത് ടേസ്റ്റ് നോക്കി അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഗുഡ് മോർണിംഗ് ടാറ്റയും ബൈ ബൈ ഒക്കെ ഉമിനീര് ഇങ്ങനെ തൊണ്ടയിൽ കുരുങ്ങി അങ്ങനെ പിന്നെ പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കാണണേ. അപ്പം നമുക്ക് ഇച്ചിരി കൂടി എടുത്തേക്ക് വരാം. അത്രേ അകലെ പോയിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരുപോലെ എൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് എഴുതിയിട്ട് വന്ന് വലിയ മുഖം പോലെ കേട്ട് കാണണം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇനി വിശേഷം ഒന്നും അധികം പറയാനില്ല. നമ്മൾ കഥയിലേക്ക് അങ്ങോട്ട് പോവാണ്. കഥ കഴിഞ്ഞത് നമ്മളൊരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ടാറ്റയും ബൈ ബൈയും പറഞ്ഞിട്ട് നമ്മൾ പോകും. അപ്പോൾ നമ്മളെ ശാലിനി മോളും എല്ലാവരും ഉറങ്ങാൻ കിടന്നതല്ലേ, ഞായറാഴ്ചക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്. അങ്ങനെ ഞായറാഴ്ചയും വന്നു. ശാലിനി പുലരാൻ നേരത്തെ അവൾക്ക് ഉറക്കില്ല. ഒരു 2 മണിയപ്പോൾ അവൾ ഉണർന്ന്. അവൾ വിചാരിക്കും എൻ്റെ ജീവിതത്തിൽ എന്താ നടക്കാൻ പോണേ, പിന്നെ അച്ഛനും അമ്മയും അറിയാണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ എന്തിട്ടാണ് നിശ്ചയം കഴിക്കാൻ പോവുകയാണോ, അങ്ങനെ കണ്ട ഓരോ ചിന്തകളായിട്ട് അവൾക്ക് സന്തോഷിക്കണോ സങ്കടപ്പെടണോ ഒരു എന്തെന്നില്ലാത്ത എന്താണ് അന്താളിപ്പ് അങ്ങനത്തെ അവസ്ഥയിലാണ് അവൾ. പിന്നെ ഉറങ്ങിയതേ ഇല്ല കേട്ടോ, കുഞ്ഞിന് ഉറക്കേ വന്നില്ല. അങ്ങനെ അവൾ ഉണർന്ന് അമ്മ നേരത്തെ എണീച്ച് അച്ഛനും നേരത്തെ എണീച്ച് അച്ഛൻ നേരത്തെ ചായ കട്ടനൊക്കെ കഴിച്ചിട്ട് പിന്നെ കട തുറക്കാൻ ആദ്യം പോകും. പിന്നെയാണ് ഏട്ടനും പിന്നെ ഏട്ടന്മാർ 2 പോവാം. അങ്ങനെ ഇവളെ ഏട്ടന്മാർ 2 പോയി കഴിഞ്ഞതിൻ്റെ ശപ്പഴേക്ക് ഇവള് കുളിച്ചപ്പൊക്കെ കഴിച്ചിട്ടാ. അങ്ങനെ അവളെ മുടിയൊക്കെ കോടി ഒതുക്കി അമ്മ പറഞ്ഞേ. പിന്നെ അപ്പോഴേക്കുണ്ട് ഇവള് കുലായിൽ വന്നപ്പോൾ നമ്മളെ മോൻ്റെ കണ്ണും നുള്ളി പൊളിച്ചിങ്ങനെ കുലായിൽ വന്നിരിക്കുന്നത്. മൂപ്പര് സഭയുടെ നിശ്ചയത്തിന് വെച്ചില്ല, ചേച്ചി ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഓൻ്റെ ഫ്രണ്ട് അനിയൻ്റെ ഏട്ടൻ്റെ കല്യാണം ഉണ്ടെന്നും പറഞ്ഞിട്ട് നീച്ച്. അങ്ങനെ ഇനി എന്താടാ നേരത്തെ നീച്ച് എനിക്ക് ഉറങ്ങായിരുന്നില്ലേ നിൽക്കുള്ളൂ. അപ്പോൾ ഓൻ പറയാം ഞാൻ ഉറങ്ങിക്കൊണ്ടെന്ന് പറയാം. ചേച്ചി അങ്ങോട്ടാന്ന് വെക്കും പറയാം. ചേച്ചി കാർത്തികേച്ചി അമ്പലത്തിൽ വരും എന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ അമ്പലത്തിൽ പോവാണെന്നറിയാം. എന്നറിയാം. അപ്പോൾ മോൻ്റെ പോയി പല്ലൊക്കെ എത്തിക്കണേ. അപ്പം അമ്മയ്ക്ക് എൻ്റെ മോനെ ഉറങ്ങാണ്ട് ഞായറാഴ്ചയൊക്കെ കുറേ എത്ര തച്ച ഉണത്തിയാലും എണീക്കാത്ത ചെക്കനാ. എൻ്റെ മോനെ നേരത്തെ പല്ലിക്കണേ. ഇപ്പോൾ ചെക്കൻ മോനെ അമ്മനെ നോക്കിയിട്ട് പറഞ്ഞു. ഓള് ഞാൻ പറഞ്ഞില്ലേ അനീൻ്റെ ഏട്ടൻ്റെ കല്യാണം ഉണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടെന്ന്. അയ്യല്ലേ പറഞ്ഞ് പോണില്ലെന്ന്. അപ്പോൾ ശാലിനി പുറപ്പെടുകയായിരിക്കും അകത്ത്. അങ്ങനെ ചെക്കൻ കുളിച്ച് വന്നുകൊണ്ട് തോർത്തി പിടിച്ച് അമ്മ ചായ തരി. ഈ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോണേ. ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് പോകണം. ഇനിയിപ്പോൾ നേരം വൈകാൻ മതിയാവും കല്യാണപ്പുരയിലൊക്കെ പോയിട്ട് വേണ്ട എന്തെങ്കിലുമൊക്കെ കിട്ടാൻ. ചെക്ക അങ്ങനെ ഇന്ന് കരുതിയിട്ട് എൻ്റെ ചോറൊക്കെ ഇവിടെ വെച്ചേക്കണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കണേ. അത് അന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ അമ്മനൊരു നല്ല ഷർട്ടും പിന്നെ പാൻറ്റൊക്കെ എടുത്ത് കൊടുക്കട്ടോ മോട്ടന്. പിന്നെ കല്യാണത്തിന് പോവല്ലേ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഓനെ അതൊക്കെ ഇട്ട് ഇപ്പോൾ വെള്ളം വയ്ക്കും. മസാല ഇങ്ങോട്ട് വന്നിട്ട് വയ്ക്കും. അപ്പം എന്ത് പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇത് സുഗന്ധീൻ്റെ കല്യാണത്തിന് വാങ്ങിയ പാൻറ്റും ഷർട്ടൊക്കെ അല്ലേ. അപ്പം അമ്മ ഇത് വെച്ചാൽ ചെറുതാവ് പോവില്ല ചെക്കന്. പിന്നെ അവൻ്റെ സ്നേഹിതൻ്റെ കല്യാണത്തിന് പോകണം എന്നല്ലേ പറഞ്ഞേ. പോണ്ട. അപ്പോൾ പോകണ്ടെന്ന് പറയും. അങ്ങനെ ചെക്കൻ ചായയൊക്കെ കുടിക്കും. അപ്പോൾ ശാലിനി അറിയാം അമ്മ ഞാൻ പോട്ടെ, ഒരു 8:15 അറിയാം ഞാൻ പോയിട്ട് വരട്ടെ, വരണേ മോളെ എന്നറിയാം. അപ്പോൾ പറയാം അമ്മ ഞാൻ കാർത്തികൻ്റെ വീട്ടിലൊന്ന് പോകട്ടോ, എന്നിട്ടൊക്കെ വീരലുണ്ടാവുള്ളൂ. പിന്നെ ചായയൊക്കെ ഞാൻ അവിടെ നിന്ന് കഴിച്ചോണ്ട് അവളോട് ചായ ഉണ്ടാവുമെന്നൊന്നും അറിയില്ലട്ടോ മോളെ. നിങ്ങൾ ഇവിടെ വെച്ചോളൂ, ഇനിയിപ്പോൾ എന്തായാലും ഓളും ഇങ്ങോട്ട് വരില്ലല്ലോ, എനിക്ക് മാത്രമല്ല വെച്ചാൽ മതി കാരണം ശാലിനി ഇറങ്ങിപ്പോട്ടാ. അപ്പോൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കണം. അപ്പോൾ
അങ്ങനെ അമ്പലത്തിൽ ഇവള് ശാലിനി അവിടെ എത്തുമ്പോഴത്തേനുണ്ടാവും നമ്മളെ കാർത്തിക സാബു ഇരുന്ന് വർത്താനം പറഞ്ഞ കാർത്തിക നേരത്തെ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ സാബുട്ടനും അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു വർത്താനം പറയിക്കും. അപ്പോൾ പറയാം, കല്യാണ പെണ്ണ് വന്നല്ലോ എന്നറിയും കാർത്തിക. അപ്പോൾ ഇവളിങ്ങനെ ചിരിച്ചും കൊണ്ട് അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് വേഗം ചെന്ന് കണ്ട് അവളെ കൈ പിടിക്കും. കുറേ റൈഡി വന്നിട്ട് ഞാൻ 8 മണിക്ക് ഇവിടെ കൃത്യം എത്തി. അപ്പോൾ ഞാൻ എത്തി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സാബു സാബു ഇപ്പോൾ വന്നേ ഉള്ളൂ എന്നറിയും. അങ്ങനെ സംസാരിച്ച് ഇവർ ഉള്ളിലേക്ക് കയറി. പിന്നെ പുറംചുറ്റി അവൾ അറിയാം, വാ സാബു നമുക്ക് പുറംചുറ്റി തൊഴുതിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാറ്. അപ്പോൾ അവൻ പറയാം, ഞാൻ വരാൻ പറഞ്ഞു കണ്ട് ആ സീറ്റാക്കുന്നിടത്തേക്കൊക്കെ പോയി സീറ്റാക്കി പിന്നെ ഒപ്പരം ചെന്ന് പുറംചുറ്റി തൊഴുത് വന്നാൽ ഇവളറിയാം, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്ന് ഇടാല്ലേ, ഉള്ളിലേക്കൊന്നും പോകണ്ട, ആൾക്കാരൊക്കെ കണ്ടെത്തിക്കൊണ്ട് ഇറക്കാം, ഇവിടെ നിന്ന് ഇടാം, എന്നാൽ വേട്ടോ പറയാം. അപ്പം പറയാം, അതിന് ഇന്ത്യയിൽ വേണ്ട മുദ്ര. മുദ്ര ഇടാൻ പോയി. മുദ്രയൊക്കെ ഞാൻ ഇന്നലെ വന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് മോളെ. ഇന്നലെ കൊടുത്തോ? എന്തിന്? നമ്പൂരിക്ക് കൊടുത്ത്. എന്തിന്? പൂജിക്കണ്ടേ? പൂജിച്ചിട്ടിടാ. നമ്പൂതിരിക്ക് ഞാൻ ദക്ഷിണക്ക് കൊടുത്ത്. എന്നിട്ട് എത്ര കൊടുത്ത്? 100 ഉറുപ്പ്യക്ക് കൊടുത്ത്. 1000 ഉറുപ്പ്യക്ക് സമ്പാടാ. 100 ഉറുപ്പ്യക്ക് കൊടുത്ത നമ്പൂരിക്ക്. കൊടുത്ത്. നമ്മളൊരു കല്യാണത്തിൻ്റെ ഒരു ഇത് നടത്തി തരുമല്ലേടി. അതുകൊണ്ട് നമ്പൂരിനോട് ഞാൻ പ്രത്യേകം പൂജിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരും അറിയാണ്ട് ഇടുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ വന്ന്, ഇന്നലെ വൈകുന്നേരം വന്ന് തന്നെയല്ലേ. അങ്ങനെ ആ സീറ്റാക്കിയത് ഒക്കെ കൊടുത്തിട്ട് എന്തായാലും എന്തൊക്കെയോ നമ്പൂരി ഇവിടെ പൂജയൊക്കെ കഴിപ്പിക്കാൻ പറഞ്ഞിട്ട്. ഈ ഇവിടെ പിന്നെ സ്വയംവരം പുഷ്പാഞ്ജലി അങ്ങനെ കണ്ടതൊക്കെ അതൊക്കെ എഴുതിയതാണ് സീറ്റാക്കിയിട്ട്. അങ്ങനെ ഇവരവിടെ ചെന്നപ്പോൾ തിരക്കായിക്കും ഉള്ളിലിട്ടോ. അപ്പോൾ ഇവരിങ്ങനെ തൊഴുതൊക്കെ നിന്ന് നമ്പൂരി പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും പ്രസാദം കൊടുക്കുമ്പോൾ സാബുവിനെ കണ്ടാൽ പറയും, ഇത്തിരി നേരം അവിടെ നിന്നോളൂ കേട്ടോ, തിരക്ക് കഴിഞ്ഞോട്ടെ എന്നറിയും. അപ്പോൾ ആയിക്കോട്ടെ അറിയാം, ചുറ്റിക്കോളും എന്നറിയാം. അങ്ങനെ ഇവർ ചുറ്റിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ എല്ലാവരൊക്കെ ഒന്ന് പുണ്യാളും തീർത്തൊക്കെ വാങ്ങി ഒരു വിധ ആൾക്കാരൊക്കെ അങ്ങ് പോയി. പോയി കഴിഞ്ഞപ്പോൾ ആരുമില്ല അവിടെ, എല്ലാവരും പോയി. അപ്പം നമ്പൂരി എന്ത് ചെയ്യും, സബനെ വിളിക്കും. സബനെ വിളിച്ചാൽ അയലയിൽ നിന്ന് പ്രസാദും മോതിരെല്ലാം കൂടി അവൻ്റെ കയ്യിലിട്ട് വെക്കും. ഇട്ടെടുത്തിട്ട് പറയും, ഈ നടക്കുന്നിടണ്ട, നമ്മൾ അങ്ങോട്ടേക്ക് നിന്നിട്ട് ആ വാതിൽക്കൻ്റെ ഇട നേരെയായിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് നിന്നോളൂ. പിന്നെ എന്നിട്ട് ഇപ്പോൾ നമ്പൂരി കൊണ്ട് വരും, പുറത്തേക്ക് വരും. പിന്നെ കുറച്ച് പുഷ്പാഞ്ജലി ഇതൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടാവുക. അവർ മോതിരം എടുത്ത് കണ്ടിട്ട് അതിന്ന് നമ്പൂരി അറിയും, ആ മോതിര ആ പ്രസാദം അവിടെ വെക്കാൻ പറയും. അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു മോതിരം എടുത്തിട്ട് ശാലിനിൻ്റെ കയ്യിലിട്ട് കൊടുക്കും. അപ്പോൾ ശാലിനി ശരിക്കും എന്തിനാ എൻ്റെ കയ്യിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ എന്ന് പറയും. അപ്പോഴേക്ക് സാബുവിനിപ്പം മോതിരം വാങ്ങി ഇപ്പോൾ നോക്കുമ്പോൾ ശാലിനി എന്ന് പേരും. ദൈവമേ ഒന്നും പറയണ്ട. ശാലിനിക്ക് ഇഷ്ടം കൊണ്ട് എന്തോ ഒന്ന് കയറിയ പോലെ ശരിക്കും കല്യാണം ഉള്ളത് നടക്കാൻ പോകുന്ന ഒരു പെൺകുട്ടീൻ്റെ അവസ്ഥ ഇട്ടപ്പോൾ. അപ്പോൾ സാബറി നമ്പൂരി 1 മിനിറ്റ്, പിന്നെ ഇത്തിരി നേരം വേണം, ഒരാൾ കൂടി വരാണ്ട് തരും. അപ്പോൾ അവളേക്ക് ആരാ വരാണ്ട്? സലീം വരുന്നുണ്ടോ? അപ്പം പറയാം, സലീമല്ല, എനിക്ക് വേണ്ടപ്പെട്ടൊരു ആളാണ് ഇപ്പം എത്തുന്നത്. അപ്പോൾ നമ്പൂരി എന്ത് ചെയ്യും, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകട്ടോ. നമ്പൂരിക്ക് അവിടെ ചില്ലറ പടിയില്ല, ഇവരെ കാത്തുക്കല. അപ്പോഴുണ്ടോ ഒരാൾ ഓടിപ്പച്ച് വന്നിട്ട് പോരട്ടെ അങ്ങോട്ടേക്ക് ഓടി വന്നപ്പം നമ്പൂരിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലും. നമ്പൂരി അതിൻ്റെ ഉള്ളിലേനി പിന്നെ പുഷ്പാഞ്ജലിക്ക് അവരെ സീറ്റാക്കി അവൻ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് കഴിപ്പിച്ച് കുറച്ച് പുഷ്പങ്ങളൊക്കെ വരും. അങ്ങനെ വന്നാൽ ഒരേ നമ്പൂരി എന്നാൽ ശരി ഇടാ, ആൾ വന്നോ, ആരത് ഓട്ടെ അവരെ. ഇയാളാണോ ഒരാളെന്ന് അറിയാം. ഇതാണോ പ്രധാനപ്പെട്ട ആൾ? പ്രധാനപ്പെട്ട ആളാണ് നമ്പൂരി, ഇവളെ ആങ്ങളെയാണ്, ഇവരുടെ ഒരാളുള്ളൂ. അപ്പോൾ നമ്പൂതിരി ചിരിക്കുക. അവർ ഇട്ടോള് ഓളെ കൈ കൊടുക്കും, ഓള് അതിട്ട് കൊടുക്കും, ഓളെ മോതിരി എടുത്ത് കണ്ട് ഓൻ്റെ കൈ കൊടുക്കും, ഓരോ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്പൂരി ആ പുഷ്പങ്ങളൊക്കെ എടുത്ത് അവർ 2 ആളെ തലയിലിട്ടിട്ട് പറയും നന്നായി വരുമെന്ന് പറയും. അങ്ങനെ സാബു എന്ത് ചെയ്യും, പിന്നെ ഷർട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. ആ ഷർട്ടിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് 100 ഉറുപ്പിക എടുത്ത് നമ്പൂരിക്ക് ഒരു 100 കൂടി കൊടുക്കും. അപ്പോൾ നമ്പൂരിക്ക് വലിയ സന്തോഷമായിരുന്നു. കല്യാണം കഴിച്ചാലും കൂടി, കല്യാണം കഴിച്ചു കൊടുത്താലും കൂടി അത്ര പൈസ കിട്ടില്ല. അപ്പോൾ പറയും പിന്നെ പുറഞ്ചിട്ട് വലം വെച്ചോളൂ കേട്ടോ. ഇവിടെ ഉള്ളിൽ വലം വെച്ചില്ല, വലം വെച്ച് വെക്കോളൂ എന്ന് പറയാം. അങ്ങനെ ഇവർ ഇങ്ങനെ നടന്ന് പുറത്തേക്ക് ഇറങ്ങിയ പടന്നെ പുറഞ്ചിട്ട് വലം വെക്കാവാന്ന് പറയുമ്പോൾ ഇവൻ പറയും, മോട്ട് പറയും, സബട്ടാ ഏതായാലും നിങ്ങളെ ചെറിയ മോതിരട്ട കല്യാണം നടന്നില്ലേ, കൈ അങ്ങോട്ട് പിടിച്ച് ചുറ്റിക്കോളെ. നമ്മളെ കുഞ്ഞളിയൻ പറഞ്ഞ പോലെ തന്നെ വാടി എന്നാലും നമ്മളെ കൈ പിടിച്ചോ ചുറ്റി വന്ന് നടക്കൽ നിന്ന് നല്ലോ പ്രാർത്ഥിക്കും. ശാലിനി മോനോട്ടന് ഇങ്ങനെ നോക്കണുണ്ടോ കേട്ടോ. അപ്പോൾ മോനോട്ട ശാലിനെ നോക്കില്ലേ, സാമേട്ടനെ നോക്കണേ. അങ്ങനെ മോട്ട് വിചാരിക്കും,
എന്നിട്ട് മോനത്തിനും കാർത്തികയും നിന്ന് സംസാരിക്കും ഒരു ചുറ്റാൻ പോയപ്പോൾ അപ്പോൾ കാർത്തികനോട് ചോദിക്കും, മോനത്തിനോട് ചോദിക്കും, മോറ്റ ആരാ എന്നോട് പറഞ്ഞ്? ഏച്ചി പറഞ്ഞു. ഏച്ചിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. കാർത്തിക അടുത്തമ്മ സാബേട്ടൻ പറഞ്ഞു എന്നോട് വരണം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പറയും, പിന്നെ എടാ സാബു പാവം നല്ല ചെക്കനാണ്. പറയാം, എനിക്കും ഇഷ്ടമാണ് അടുത്തമ്മ. പറയും, എനിക്ക് വളയൊക്കെ വാങ്ങി തന്ന മോനിറ്റ. ആണോ? അത് സാബേട്ടൻ പറഞ്ഞില്ല, ഏട്ടന് മോതിരം വാങ്ങിക്കൊടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആണല്ലേ. അപ്പോൾ മോൻ്റെ പറയും, എന്നാലും എടുത്തുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാണ്ട് ഓളെ മോതിരം മാത്രം കഴിച്ചില്ലേ എന്ന് അറിയാം. ചിക്കൻ്റെ മുഖത്തൊരു ചെറിയൊരു കണ്ണിലൊരു തുളുമ്പുന്ന വെള്ളം കാണും. പറയും, ഓളിങ്ങനെ മുഖം പിടിച്ച് പോട്ടെ മോനിട്ട് നമുക്ക് നല്ല പോലെ ചേച്ചിൻ്റെ കല്യാണമൊക്കെ നടത്താലോ. അത് സാബേട്ടൻ പിന്നെ ദുബായി പോവില്ല, അപ്പോൾ സാബേട്ടന് ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നടത്തുക, അല്ലാണ്ട് ഇത് ഇപ്പോൾ കല്യാണം ഒന്നല്ല സാബു പിന്നെ മോട്ട, ഇത് വെറുതെ ഒരു മോതിരട്ട് എന്നുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞോളൂ. ഓനിങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ കുട്ടിക്ക് നല്ല നെഞ്ഞിട്ടിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. ഓളിങ്ങനെ തൊട്ടപ്പോൾ ഒക്കെ മനസ്സിലാവും. ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ആ പുറത്തു കൂടെ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ മിടുപ്പ് പിന്നെ ഓളറിയാണ് കുട്ടീൻ്റെ. അങ്ങനെ ഇവർ സംസാരമൊക്കെ നല്ലപോലെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് ഇങ്ങോട്ട് നടക്കൽ വന്ന് അങ്ങനെ ഇവരിങ്ങോട്ടേക്ക് ഇറങ്ങാറുണ്ട്. സബ് കൈയിട്ട് ഷർട്ടൊക്കെ ഇട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ അവിടെ ഉണ്ടാവും ഒരു തട്ടുകട ഉണ്ടാവും. അവിടെ നിന്ന് ചായ കുടിക്കാറ്. അപ്പോൾ ശല്യം അറിയും, വേണ്ട നമുക്ക് അവിടെയുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലും കൂടി ഒന്ന് പോയി വരാം സാബു എന്നറിയാം. അപ്പോൾ ഇനി വേണം സാബു, നമുക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിനും കൂടി പോവാം. ഇന്നലെ ഇവനും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇനി ഏതായാലും നമുക്ക് എല്ലാവർക്കും കൂടി കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാം. അങ്ങനെ അവർ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് നടന്നു പോയി. മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് അങ്ങോട്ട് വന്ന് അങ്ങനെ കൃഷ്ണൻ്റെ അമ്പലത്തിലും പോയി ഉള്ളിലൊക്കെ പോയി തൊഴുത് നല്ലോണം പ്രാർത്ഥിച്ച് ഒക്കെ വന്ന് അങ്ങനെ ഉണ്ടാവും. കുളത്തിൻ്റെ അല്ല പിന്നെ വലിയ അരയാലുണ്ടാവും, അതിനും ചുറ്റും തറ കെട്ടിയിട്ടുണ്ടാവും. അവിടെ ഉണ്ടാകുമ്പോൾ ഒരു സ്വാമിച്ചിരിക്കണം. അപ്പം പിന്നെ ഇവള് പറയും, സാബു ചില്ലറ എന്തെങ്കിലും തരും, എന്താ എനിക്ക് ആ സ്വാമിക്ക് കൊടുക്കണം എന്നറിയും. അപ്പോൾ ആ സ്വാമീൻ്റെ തട്ടിൽ എല്ലാവരും പൈസയൊക്കെ ഇട്ടുണ്ടാവും കേട്ടോ. അത് കണ്ടിട്ട് അവൾ ചോദിച്ചു. അപ്പോൾ സാബു കൊടുക്കും. അങ്ങനെ അവൾ അതിടാൻ പോകുമ്പോൾ പറയും, മോളെ നീ ഒരു നല്ല കർമ്മം ചെയ്തിട്ടാണ് വന്നത് കണ്ണനെ കാണാൻ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും നിങ്ങൾ. അപ്പോൾ സാബു ഇങ്ങോട്ട് വരും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഒന്നിച്ചിരിക്കുകയാണെന്നറിയാം. അപ്പോൾ അവൾ സാബു നോക്കും, ഓളം മൊത്തേക്ക് ഓളും നോക്കൂ. അയ്യോ സ്വാമി, ഒരു തുമ്മലാന്നോട്ടെ, ഈ സ്വാമി എന്താ അങ്ങനെ പറയണേ, എന്തോ നടന്നതൊക്കെ കണ്ട പോലെ. അപ്പോൾ ഇവിടെ വിചാരിക്കുക, ഭഗവാനെ ഇത് സ്വാമിയല്ലേ, കൃഷ്ണനാണോ എന്നൊക്കെ ഒക്കെ തോന്നട്ടോ. അപ്പോൾ പറയും, നിങ്ങൾ രണ്ടാളും ഇന്ന് ഒരുമിച്ച് ജീവിക്കുക. അപ്പോൾ വളരെ സ്വാമി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്, രണ്ടാളും രണ്ട് വീടുകളിലേക്ക് പോവാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനൊന്നും ഞങ്ങൾക്കിപ്പോൾ പറ്റൂല, കുറച്ച് കഴിയും. അവർ ആയിക്കോട്ടെ, നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഇന്ന് നിങ്ങൾ ഒരുമിച്ച് നിന്നാലേ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരുമിക്കുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പിരിയേണ്ടി വരും എന്ന് പറഞ്ഞ ഉടനെ വെളുക്ക് ഇങ്ങനെ നെഞ്ഞത്തുനിന്ന് പിടപെടാന്ന് പിടിക്കും. അപ്പടി ഇവൻ പറയും, സ്വാമി അങ്ങനെയൊന്നും പറയരുത്, ഓളെ വിഷമിപ്പിക്കരുത്, ഞങ്ങൾ നല്ലൊരു കാര്യം നടത്തിയിട്ട് വരികയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഇവൻ പറയും, സ്വാമി അങ്ങനെയൊന്നും പറയരുത്, അവളെ വീട്ടിലേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്കും പോവാണ്. പിന്നെ അവളെ നല്ല മനസ്സുകൊണ്ട് സ്വാമീനെ കണ്ടപ്പോൾ സ്വാമിക്ക് ദക്ഷിണ തരാൻ വേണ്ടി വന്നിട്ട് അനുഗ്രഹം മേടിക്കാൻ വന്ന. അപ്പോൾ അവളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് വിടാണോ വേണ്ടത്? നല്ല കാര്യം പറഞ്ഞിട്ടല്ലേ വിടേണ്ടത്? അങ്ങനെയാണ് ചെയ്യുക. പറയാം അയാൾ പറയും, മകനെ ഞാൻ എൻ്റെ അകക്കണ്ണിൽ കണ്ടത് ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങളത് ഒരുമിച്ച് നിന്ന ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരുമിക്കും. അതെനിക്ക് പറയാതെ വയ്യ കുഞ്ഞ്, ആ കുട്ടി എനിക്ക് തന്ന ദക്ഷിണയ്ക്ക് ഫലമായി ഞാൻ കണ്ട ഫലം എനിക്ക് പറയേണ്ടതുണ്ട്, അതുകൊണ്ട് പറഞ്ഞത് പറയും. അപ്പോൾ ഇവൻ പറയും, അതൊന്നും പറ്റൂല ശാലിനി, ഇങ്ങോട്ട് വാ, അതും പറയും, അതിലപ്പുറം പറയും. അവൾ പറയും, അയ്യോ സ്വാമിക്ക് നമ്മൾ പൈസ കൊടുത്തില്ലേ സ്വാമി, അങ്ങനെ പറയും, സ്വാമി ഇതിനൊരു പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ പറയും, പ്രതിവിധി ഒന്നുമില്ല, നിങ്ങൾ ഒരുമിക്കണ്ട, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മതി, ഈ പിന്നെ രാത്രി പുലർന്നാൽ മതി, അതുവരെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, അത്ര ഒരു പരിഹാരമുണ്ട്. ആ പുലർച്ചയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പിരിഞ്ഞാൽ മതി, ഒന്നിക്കണം ഞാൻ പറഞ്ഞില്ല, അതുവരെ നിങ്ങൾ ഒരുപോലെ ഒരു മനസ്സും ആയിട്ട് ചേർന്നിരിക്കണം, അതാണ് ഞാൻ പറയണത്. അപ്പം എന്ത് ഈ ഓളത്തോള് കേട്ട്, സ്വാമി അതൊന്നും നടക്കില്ല, വേറെ എന്ത് പ്രതിവിധി ഉണ്ടെങ്കിൽ പറഞ്ഞ് ഞങ്ങൾ ഈ അമ്പലങ്ങളിലൊക്കെ കഴിക്കുക, അല്ലാണ്ട് ഒന്നും നടക്കില്ല. അപ്പം മക്കൾ പോയിട്ട് വാ, എനിക്ക് പറയാതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
എന്ന് പറഞ്ഞാൽ അങ്ങനെ ശാലിനെ കൊണ്ട് കൂടി പറയാം എനിക്ക് എന്താ ഇപ്പോൾ ശാലിനി എന്തിനെ പോയി വിലയ്ക്ക് വാങ്ങിയതല്ലേ വിഷമം നമുക്ക് അതും കഴിഞ്ഞ് നമ്മൾ സമാധാനത്തിൽ കൃഷ്ണനെ പ്രാർത്ഥിച്ചിങ്ങോട്ട് പോകുന്നതല്ലേ ഇങ്ങനെ കണ്ട സ്വാമിജിമാർ പലതും പറയും അവർക്ക് പൈസക്ക് വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തില്ല സാബു പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ അങ്ങനെ പറഞ്ഞത് എന്താ ശാലിനി വീട് ഈ ആ കാര്യം ഒന്ന് ചിന്തിക്കുന്ന നല്ലൊരു കാര്യം നടന്നിട്ട് ശാലിനി ഈ കരച്ചിലിൻ്റെ പക്കത്തൊന്നും എത്തിക്കല്ലേ അത് ചിന്തിക്കേ വേണ്ട നമ്മൾ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടാണ് രണ്ട് ദൈവങ്ങളിൽ പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങുകയാണ് ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള വിധി ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കും അത്ര തന്നെ ഈ സാബു ജീവനോടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കും ഈ എന്നിൽ വിശ്വസിച്ചാൽ മതി വേറെ എന്നിൽ വിശ്വസിക്കേണ്ട പിന്നെ പോരെന്നറിയും അങ്ങനെ അവിടെ നിന്ന് ഒരു തട്ടുകടയിൽ നിന്ന് എന്ത് ചെയ്യും പിന്നെ കാർത്തികയ്ക്ക് ചായ വാങ്ങിച്ചു കൊടുക്കും ഓളോട് ചായ കുടിക്കാൻ പറയും ദോശ വാങ്ങും സാബു ദോശയൊക്കെ കഴിക്കുന്ന പറയും ശാലിനിക്ക് ഒന്നും ഇറങ്ങൂലേട്ടാ അപ്പോൾ സാബു നല്ല തീറ്റി തന്നെ ഒറ്റനും നിന്നിട്ടാണ് തിന്നുന്നത് അപ്പോൾ കാർത്തിക എന്ത് ചെയ്യും വായലിട്ട് കൊടുക്കും കഴിക്ക് ശാലിനി നല്ലൊരു കാര്യം നടന്നിട്ട് ഇങ്ങനെ അതന്നെ ചിന്തിച്ചിക്കല്ലേ അപ്പോൾ ഓളെ കൈമ പിടിച്ച ദോശയും പിടിച്ചിങ്ങനെ നിൽക്കുക സാബുവിനെ പേടിച്ചതാണ് അപ്പോൾ കാർത്തിക തിന്ന് ശാലിനി എന്ത് ശാലിനി വിഷമിക്കല്ലേ ശാലിനി എന്നിട്ട് വയലിട്ട് കൊടുക്കും അപ്പോൾ വയലത്തെ ചവയ്ക്കാൻ അപ്പോൾ സാബു എനിക്ക് വേണ്ട എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് തന്നാൽ കൂടി വെച്ച് സാബ് തന്നു ഈ വെറുതെ വേണ്ടാത്ത ചിന്തിച്ച് നിൽക്കുന്നത് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ പോകാൻ കേട്ടോ ശാലിനി പിന്നെ ഇങ്ങനെ കണ്ടതൊന്ന് ചിന്തിച്ച് നിൽക്കണ്ട നേരെ എൻ്റെ വീട്ടിലേക്ക് വിട്ടോ അപ്പോൾ സാബു ഞാൻ മുട്ടാ എനിക്ക് പരിപാടി ഒന്നുമില്ല അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് തന്നെ ആണല്ലോ എന്നാൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോയാൽ നമുക്ക് ടൗണിലൊക്കെ പോടാ എനിക്ക് പിന്നെ ഫുട്ബോളൊന്നും വാങ്ങി തന്നില്ലല്ലോ ഫുട്ബോൾ വാങ്ങിക്കൊടുക്കാൻ അറിഞ്ഞില്ല അതൊന്നും വാങ്ങി തന്നില്ല ഒക്കെ വാങ്ങിച്ചാറിൻ്റെ പാടാം നമുക്കൊന്ന് ടൗണിൽ പോയി അടിച്ചു പിടിച്ചാളാം സാബേട്ടൻ്റെ എൻ്റെ ചേച്ചിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ വക ചിലവ് സാബേട്ട എനിക്ക് തരാം ഓരോ കുട്ടി പോകാൻ പറ്റില്ല ഓളിപ്പം വേണ്ടാണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് ടെൻഷൻ ഓൾ പോയിക്കോട്ടാറ് അങ്ങനെ ഇവർ എങ്ങനെയോ തിന്ന് ശല്യമൊന്നുമില്ല കേട്ടോ ശാലിനിക്ക് 2 വായ്ക്ക് കാർത്തിക് കൊടുത്ത് ഇങ്ങനെ തിന്ന് കൈയാക്കി അങ്ങനെ കാർത്തികും ശാലിനിയും കൂടി വീട്ടിലേക്ക് പോകും സാബുവും മോൻ്റനും ബസ് കയറി പോവും അങ്ങനെ സാബുവിന് ഇവളോട് കൊഞ്ചനും കൊഴയണം ഒന്നുമില്ല അവളെ കല്യാണം കഴിച്ച് അവളെ വീട്ടിലേക്ക് പോയി അങ്ങനെ എൻ്റെ കുട്ടികളെ ഈ പെണ്ണിന് വിഷമം കൊണ്ട് വയ്യ പെണ്ണാറ് എനിക്ക് വിഷമാണ് കാർത്തിക എനിക്ക് വിഷമാണ് അത് കാര്യമാക്കണ്ടടി വീട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ സാബു വയ്ക്കുന്നുണ്ട് പോയോടത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എടി നന്ന് എൻ്റെ കൂടെ പോരണോ നാളെ പോകാൻ എൻ്റെ വീട്ടിലേക്ക് എവിടേക്കാ വെച്ചാൽ നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും റൂം എടുത്ത് ഒരുമിച്ച് നിൽക്കാം പിന്നെ അന്നെ ഞാൻ തൊടുന്നില്ല അവിടെ നിൽക്കാം എന്നിട്ട് രാവിലെ പോയിക്കും അതെനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എന്നാൽ പിന്നെ അധികം ചിന്തിക്കേണ്ട പോയിക്കും അതന്നെ ഞാൻ പറഞ്ഞ് പോയിക്കോളാം ഞാൻ എന്നെ വിളിച്ചല്ല എൻ്റെ വിഷമം കണ്ടിട്ട് ഒന്നുകൂടി വന്ന് പറയരുത് അതിങ്ങനെ സാബു അങ്ങനെ ഇവള് സങ്കടപ്പെട്ട് അങ്ങനെ അവിടെ എത്തി ശാലിനി അങ്ങോട്ടും പോകും കാർത്തിക് കുറേ വീട്ടിലേക്ക് വിളിക്കും ഓള് വീട്ടിലേക്കൊക്കെ പോകണം വെച്ചിന് സന്തോഷിച്ചിട്ട് പക്ഷെ ഒക്കെ സന്തോഷിക്കാനൊന്നും പറ്റില്ല അങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് സാബുട്ട് പിന്നെ എൻ്റെ പേര് ശാലിനിൻ്റെ സാബുവിൻ്റെ അമ്മ കാണൂലേ അതൊക്കെ ശിവൻ ക്ഷേത്രത്തിൽ നട്ടം ചോദിക്കണത് പിന്നെ ബാലേട്ടൻ കാണൂലേ അവരൊക്കെ കണ്ടാലെന്താ ശാലിനി ഈ മാത്രം ഉള്ളത് അല്ലല്ലോ ഇനി ഒരൊന്നും എൻ്റെ വിരലിലേക്ക് നോക്കാൻ വരില്ല എൻ്റെ വീട്ടുകാരന്മാര് എൻ്റെ അടുത്തേക്ക് ആരും വരുമൊന്നുമില്ല ചോദിക്കുക എൻ്റെ വിരലിലെ മോതിരത്തിൽ പേരൊന്നുമില്ലേ ആരും കാണൂലേ അപ്പോൾ നോക്ക് മോതിരത്തിൽ പേരത്തെ ഇതിക്കിടമില്ല അപ്പോൾ ഇതിലില്ലല്ലോ അതിലൊക്കെ പേരൊക്കെ ഉണ്ട് അപ്പോൾ തിരിഞ്ഞു പറഞ്ഞൊക്കെ നോക്കുമ്പില്ല ഇല്ല അപ്പൊയ്ക്കാം അങ്ങനെ പിന്നെ അതൊക്കെ ശിവക്ഷേത്രത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഓള് പറഞ്ഞത് കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് ഓള് വിളിച്ച് വരുത്തി സങ്കടം ഓള് വിളിച്ച് വരുത്തി വിലക്ക് വാങ്ങാൻ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോയത് അങ്ങനെ ഓള് വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കും അമ്മയ്ക്ക് നോക്കട്ടെ മോളെ എൻ്റെ മോതിരൊക്കെ നോക്കി പിന്നെ നോക്കട്ടെ അപ്പോൾ ഇങ്ങനെ അമ്മ ഒരു ഊരണ്ട അമ്മ ഞട്ടില്ല ഇനി ഇന്നത്തെ സൂര്യണ്ട അമ്പലത്തിൽ നിന്ന് ഇട്ടതാണ് ഇനി അപ്പോൾ അമ്മ അങ്ങനെ പിടിച്ചിട്ട് ഊരണ്ട നമ്മളെ കയ്യിൽ നോട്ടെന്നറി ചായ കുടിച്ചടി അപ്പോൾ ഞങ്ങൾ ആ തട്ടുകടന്ന് ഞാനും ഓളും ഓരോ വടയും ചായയും കുടിച്ച് മോൾ അങ്ങനെയൊന്നും പതിവില്ലല്ലോ എന്താ അറിയില്ല പഴയ കാലത്ത് നിറഞ്ഞ് കാർത്തികൻ്റെ വീട്ടിൽ അമ്മയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഓള് ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓക്ക് വേണ്ടി ഞാൻ അവിടെ കയറി എന്നറിയാം അങ്ങനെ വെളിയില്ല പോയി കണ്ടിട്ട് വീട്ടിൽ പോയി പിന്നെ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഓള് വേഗം പോയി ഇങ്ങനെ ചുരുണ്ട് കൂടി സങ്കടപ്പെട്ട് കിടക്കട്ടോ എന്താണ് അയക്കും അങ്ങനെ പറഞ്ഞ ആ സ്വാമീൻ്റെ മുഖത്താണ് നല്ല തേജസ്സും ഒക്കെ ഒരു ദൈവികതയ്ക്ക് തോന്നുക ഇവളെ മനസ്സിൽ അതേ വിഷമം പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ സാബും പോയിട്ടൊരു ടൗണിൽ ആർമാദിക്കാനും പോയിക്കും അപ്പോൾ നമ്മളെ കഥ ഇത്രയേ ഉള്ളൂ ബാക്കി നാളെ അല്ലേ 2 ദിവസം കഴിഞ്ഞു ഇനി ഈ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ കഥ പറയുള്ളൂ ഇങ്ങനെ അട്ടിക്ക് വിൽക്കാൻ പാടില്ല നമ്മളെ കഥ എല്ലാവരും കണ്ടിട്ട് പോകണം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എഴുതിയെടുത്തിട്ട് പറയുന്നൊരു കഥ ടാറ്റാ ലവ് യു എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖനിദ്ര പറയട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ചോറൊക്കെ കഴിച്ച് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പറയും ഇന്ന് എനിക്ക് എന്തെങ്കിലും സമാധാനക്കേടുണ്ടായില്ല ഇന്നെനിക്ക് ഉണ്ടായോ ഇന്നൊന്നും ഉണ്ടായില്ല കേട്ടോ ഇന്ന് ഹാപ്പിയാണ് ഇന്നലെ സീവാവ പിന്നെ
ഞാൻ ഏട്ടൻ്റെ മോളൊന്ന് കപ്പി കടിക്കാൻ നോക്കി, പല്ല് ചെറുങ്ങനെ ഒരു നേർമ പോലെ വന്ന് ഇഞ്ചക്ഷനൊക്കെ അടിച്ച് അതിൻ്റെ സങ്കടമായിരുന്നു. അങ്ങനെ ഓരോന്നുണ്ടാവും, ഇവരെന്നെ ഓരോന്നുണ്ടാക്കും, ഇവരെന്നെ ഞാൻ പുറത്തേക്ക് പോയില്ല. അങ്ങനെ കണ്ട വിഷമങ്ങളൊക്കെ കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് ഒരു വിഷമമില്ല. എൻ്റെ ഉണ്ണിയേട്ടനും എൻ്റെ മക്കളും ഒക്കെ എന്നെ അത്രയും ഇഷ്ടപ്പെടുന്നവരാണ്. ഞാനും അവരുടെ ഉണ്ണിയേട്ടൻ്റെ ഫാമിലിനെയും പിന്നെ എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തിനെയും ഉണ്ണിയേട്ടൻ്റെ കുടുംബത്തിനെയൊക്കെ അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഈ നാട്ടുകാരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമ്മളാരും വേദനിപ്പിക്കില്ല. പക്ഷെ വെറുതെ എങ്ങനെ കണ്ടതൊക്കെ അങ്ങനെ ചെറുങ്ങനൊക്കെ ഒത്തിരി എന്തെങ്കിലും കിട്ടിയത് അപ്പോഴേക്കും എനിക്ക് ഒരു വിഷമമാണ്. ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു വട്ടത്തിൽ വിഷമം കിടക്കും. ആർക്കുണ്ടോ വട്ടത്തിൽ വിഷമം കിടക്കുന്നത്? ഞാനങ്ങനെ വട്ടത്തിൽ വിഷമം കിടക്കും. അപ്പോൾ ടാറ്റാൻ്റെ കുട്ടികൾക്ക് സുഖനിദ്ര, ശുഭനിദ്ര, നല്ല പുലരിക്കായി കാത്തിരിക്കും. നല്ല എന്താണ് ഇഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടുണരും. നല്ല സുഖനിദ്ര, ശുഭനിദ്ര. ഗുഡ് നൈറ്റ്. ലവ് ചക്കരമ്മ. ടാറ്റാ. നമ്മളെ ഡെക്സ ബേബി കുറേ കളിച്ചിട്ടോ, വിളിക്കും വെച്ചിട്ട് ഞാൻ വിളിച്ചില്ല. അവൻ ഉറങ്ങിപ്പോയി. നല്ല ഉറക്ക. ഡെക്സ, അമ്മയ്ക്ക് ഉമ്മ വരുമോ? പൊന്നോ ഉറങ്ങിപ്പോയി. കണ്ണനാ. വാവേ, അമ്മയ്ക്ക് ഇറങ്ങിയ കണ്ണൊരു ഉമ്മ വരുമോ? ഉറങ്ങണേ പൊന്നോ. ഡെക്സ, അമ്മ പോട്ടെ. ടാറ്റാ. അയ്യോ, ടാറ്റ പറഞ്ഞിട്ടൊന്നും വിലയില്ല. എത്ര ഉറക്കായി പോയി. ടാറ്റാ. സീവാവേ വാ, ഉമ്മ ഉണ്ടാ അമ്മയ്ക്ക്. സിയോ എന്താ ഉമ്മ ഉണ്ടടാ. അമ്മയുടെ തക്കടത്ത് ഉമ്മ ഉണ്ട്. കുഞ്ഞുറങ്ങിക്കോ തക്കടോ കൊടേ ഉമ്മ എന്നുണ്ട്. കുട്ടി പൂരി ഉമ്മ എന്ന് വയ്ക്കാം. ഇനി ഇറങ്ങിക്കേട്ടാ. ടാറ്റ. ടാറ്റ പറഞ്ഞാലേ ഇതിൽ ടാറ്റ പറഞ്ഞാലേ.